ഹായ് ഗായ്സ് വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു സോയ ചങ്ക്സ് റോസ്റ്റ് റെഡിയാക്കിയാലോ. നമ്മൾ ആദ്യം തന്നെ പാനിൽ വെള്ളം ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊരു അരമണിക്കൂർ നേരം സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ 2-3 തവണ കഴുകി പിഴിഞ്ഞ് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് 2 സവാള, ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തേങ്ങാക്കൊത്ത്, കറിവേപ്പില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കി നോക്കിയാലോ. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ നല്ല മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ നമ്മളിത് സ്പൂണിന് തന്നെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ സോയ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോയ ഇട്ട് കൊടുത്ത് നമ്മളിതൊന്ന് നന്നായിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു അരമണിക്കൂർ നേരം നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് നമ്മുടെ തേങ്ങാക്കൊത്ത് നമുക്ക് വഴറ്റി മാറ്റാവുന്നതാണ്. ഒരു ചെറിയ ചുമപ്പോട് കൂടി നമ്മുടെ തേങ്ങാക്കൊത്ത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, നമുക്ക് റോസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഒരു പകുതി ഫ്രൈ ആയി കിട്ടിയാൽ മതി. നമ്മുടെ സോയ ഒന്നിച്ചതിനാണ് ഇടുന്നത്, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിക്കല്, മീഡിയം ഫ്ലെയിമിൽ ഇത് നമ്മൾ ഇളക്കി ഈ ഒരു ഫോം ആകുമ്പോൾ നമുക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള, അതുപോലെ തന്നെ നമ്മുടെ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സവാള പകുതി വഴണ്ടതിന് ശേഷമാണ് ബാക്കിയെല്ലാം ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്ര ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സോയയും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊന്ന് വേവിക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. അടച്ചു വെച്ചോ തുറന്നോ ഒക്കെ നിങ്ങൾക്ക് വേവിക്കാവുന്നതാണ്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കല്, കാരണം നമുക്ക് കറിക്കല്ല, റോസ്റ്റിനാണ്. നമ്മൾ ഇടയ്ക്കെടുത്ത് നോക്കുമ്പോൾ നമുക്ക് സോയ വെന്തെല്ലാം ടേസ്റ്റെല്ലാം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സോയ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയും പൊറോട്ടയും ചോറിൻ്റെയും ഒക്കെ കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.